ഇത് ഈ ശരി, നടിമാരെ സൈഫ് ഒന്ന് സൈഫ് മൊഴിയെടുക്കുമ്പോൾ തുടരുക. നടി അവർക്ക് മാല അവർ പാർവതി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി മാല പാർവതി, എന്താണ് പറയേണ്ടത് എന്ന് കൃത്യമായും അറിയില്ല. കാരണം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇത്രമേൽ ഞെട്ടലും അതിനപ്പുറത്തേക്ക് വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന വിവരങ്ങൾ, അതിപ്പോൾ 33 പേജുകൾ ഒഴിവാക്കിയിട്ട് മേൽവിലാസവും തിരിച്ചറിയാനുള്ള രേഖകളും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ ആണല്ലോ. അപ്പോൾ ഇത്രമേൽ വേദനാജനകമായ ഒരു സംഗതിയായിരിക്കുമെന്ന് നമ്മൾ ഒരു ഘട്ടത്തിലും വിചാരിച്ചതല്ല. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ സ്ത്രീവിരുദ്ധതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ അങ്ങേയറ്റം വലിയ മനുഷ്യത്വ വിരുദ്ധതയും ഒഫൻസും ക്രൂരതയും ഉണ്ടല്ലോ. അത് ഒരു ജനാധിപത്യപരമായ നിയമവാഴ്ചയും നിയമ സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്ത് അത് ആ നിലക്ക് തന്നെ നേരിടേണ്ടതല്ലേ, അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ ശ്രീമതി മാല പാർവതി? അതിലോട്ട് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടും ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക്, ഐഡിയൽ ആയിട്ടുള്ള കാര്യത്തിലേക്കും ഇംപ്ലിമെന്റേഷനിലൊക്കെ പോകുമെന്നൊന്നും അറിയത്തില്ല. ഇതൊരു തുടക്കമാണ്, ഇതൊരു ആദ്യത്തെ കാൽവയ്പ്പാണ്, ഒരു പഠനം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കേട്ടലൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഒരു ഞെട്ടലുമില്ല. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നെ അതിന് സമഗ്രമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണോ ബാക്കിയുള്ളവർ അനുഭവിച്ചിരുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇതൊരു അംബ്രല്ല പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടും അവർ പല 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 സ്ഥലങ്ങളിലെ സിനിമ നടക്കുന്നതുകൊണ്ടും നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരുടെയും വിഷയം അറിയത്തില്ല. ഞങ്ങൾക്ക് ഞെട്ടലൊന്നുമില്ല. പക്ഷെ നാളെ ഒരു കാലത്ത് ഇത്രയൊന്നും അല്ല, ഇനിയും വരാനുണ്ടെന്നുള്ളൊരു തോന്നലാണോ അങ്ങേക്കുള്ളത്? അല്ലല്ല, ഹേമ കമ്മിറ്റി വളരെ സമഗ്രമായിട്ട് പഠിച്ചിട്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടല്ലേ. വളരെ അത് ഇത്രയും ഉള്ളതെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും വ്യക്തിപരമായി പറഞ്ഞ കുറച്ച് എനിക്കൊന്ന് വളരെ ചുരുക്കം ഒരു 19 പേരെ പിന്നെ പറഞ്ഞിട്ടുള്ളൂ, അവരുടെ അടുത്ത് മൊഴി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഭയം കൊണ്ടോ എന്തുകൊണ്ടാണെന്നോ അറിയില്ല അവർ കൊടുക്കാത്തത്. അപ്പോ ഇതിലിപ്പോ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നടിമാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ല. നടിമാർ വസ്ത്രം മാറുന്നത് കുറ്റിച്ചെടികളുടെ മറവിലാണ്. അതൊരു മനുഷ്യത്വ വിരുദ്ധതയാണ്. അപ്പൊ അത് വളരെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളൊരു അനുഭവം ഉണ്ടോ? എല്ലാ സെറ്റിലും ഇല്ല, അങ്ങനെയുള്ള സെറ്റുകളും ഉണ്ട്. എല്ലാ സെറ്റിലും ഇപ്പോ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം മുമ്പുള്ള അവസ്ഥ അല്ല. എനിക്കത് 2019 അവസ്ഥ പോലും അല്ല. ഇപ്പൊ കുറെ കൂടി സെഫ്റ്റിയൊക്കെ വളരെ കാര്യമായിട്ട് സ്ത്രീകൾക്ക് വേഷം മാറാനായിട്ട് സൗകര്യം കൊടുക്കണം, കാരവൻ കൊടുക്കണം എന്നൊക്കെ വാശി പിടിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സെറ്റിൽ പോയിട്ട് അവിടെ ഒരു വസ്ത്രം മാറാനും ഒന്നും ഒരു സൗകര്യം ഇല്ലാത്തൊരു സെറ്റ്. അപ്പോ ഞാൻ പിന്നെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എന്റെ സംഘടനയെ വിളിച്ച് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. ഞാൻ അപ്പൊ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞവര്, അവരെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യമൊക്കെ ഇപ്പൊ സംഘടനകൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് മാത്രമല്ലല്ലോ ഇവിടെ വിഷയം. ഇതെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഒരാളെ നമുക്കൊരു സയന്റിഫിക് ആയിട്ടൊരു മാനദണ്ഡമില്ല. ഒരാളെ ഒരു വർക്കിന് എടുക്കണം, പറഞ്ഞു വിടണം എന്നൊക്കെ ഉള്ളതിന് ഞങ്ങളുടെ പ്രിഫറൻസ് അല്ല, നമ്മളുമായിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരം കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ സ്ത്രീകളെ ഒരു മേഖലയിൽ ഇപ്പം സിനിമയിൽ ഇപ്പൊ ഹെയർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ്യൂം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പല മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വിചാരിക്കുക, അവരൊരു പരാതി ഒരു പുരുഷനെതിരെ, അവരുടെ ഒരു സ്റ്റാഫിനെതിരെ, സിനിമയിലെ പ്രവർത്തിക്കുന്ന അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അവർ എത്ര സിനിമകൾ ചെയ്തു എന്നൊരു വലിയ ചോദ്യമാണ്. മനസ്സിലായോ? ഒരു ആക്ടർ, ഒരു പെൺകുട്ടി ഞാൻ ഒരു പരാതി കൊടുത്തു, അതിനുശേഷം അവർക്ക് എത്ര സിനിമയിൽ അവസരം ഉണ്ടായി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗ്രാവിറ്റി കിട്ടാൻ. ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അവിടെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ചർച്ച, ഒരു സിനിമയുടെ ചർച്ച നടക്കണം. അപ്പം ഒരാളിങ്ങനെ ചോദിക്കും, നമുക്ക് ഇന്നാലെ വെച്ചാൽ അത് കൊള്ളാം, നിങ്ങളതിനെ നോക്കിക്കോണം കേട്ടോ. കഴിഞ്ഞ സെറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു, സിനിമ ഇറങ്ങാൻ തന്നെ വലിയ പാട്, ഞങ്ങളൊന്നും കൈ കൊടുക്കത്തില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് വെട്ടി. അതിന്റെ പുതിയതായി വരുന്ന പ്രൊഡ്യൂസറിന് അതിന്റെ കാര്യമോ കാരണമോ ഒന്നും അറിയത്തോലും ഇല്ലായിരിക്കും. മനസ്സിലായോ? അപ്പൊ അവര് പറയും, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാനും മുക്കത്തില്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരാളെ വെക്കുക. അപ്പൊ ഈ സൗകര്യമുള്ള ഒരാള്, പലപ്പോഴും പോകുന്ന മെറിറ്റുള്ള ഒരാള്, കഴിവുള്ള ഒരാള് ചിലപ്പോൾ ഒരു അവനവന്റെ സ്വത്വത്തിനെ അല്ലെങ്കിൽ അവനവന്റെ ശരികളെ ഒരു തന്റെ അടുത്തോടെ നിന്നതിന്റെ പേരിലായിരിക്കും അവസരം നിഷേധിക്കപ്പെട്ടത്. അത് ആ പുതിയ പ്രൊഡ്യൂസറിന് അറിഞ്ഞു പോലും കൂടെ ആയിരിക്കും ചിലപ്പോൾ. ഇതൊരു സിസ്റ്റമാണ്. ഇതിനെയൊന്നും പെട്ടെന്ന് കറക്റ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല, വലിയ പാടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ശ്രീമതി മാല പാർവതി. സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും അടക്കം ഒരു 15 പേർ ആ പവർ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പറയുന്നു, അവരാണ് നിയന്ത്രിക്കുന്ന പറയുന്നു. അപ്പൊ ഈ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അങ്ങയുടെ അനുഭവം എന്താണ്? ഞാൻ ആ ഗ്രൂപ്പിൽ വർക്ക്
ചെയ്യാറില്ല. അത് നമ്മളൊക്കെ ഈ പെരിഫറി എഫിമറൽസ് ആണ്. നമ്മൾ ഈ അറ്റത്തും ഓരത്തും നിന്നും ചില സിനിമകൾ ചെയ്യുന്നതാണ്. മെയിൻ വലിയ പടങ്ങളിലൊന്നും നമ്മളില്ലല്ലോ. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോ നേരത്തെ ഒരു പ്രമുഖ വേറെ ആൾക്കാര് ഒരു മുൻനിര നടന്റെ ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രതികരണം വന്നിരുന്നു. നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് ആ പ്രതികരണം നൽകിയിരുന്നു. അദ്ദേഹം ഇത് ഇത്രമേൽ വലിയ ഒഫൻസും മനുഷ്യത്വ വിരുദ്ധതയും ഒക്കെ നടന്നതിൻ്റെ ക്രൂരതയും പീഡനവും ഒക്കെ നടന്നതിൻ്റെ വിവരങ്ങളാണല്ലോ, വസ്തുതാവിവരമാണല്ലോ ഈ പുറത്തുവിടുന്നത്. അപ്പോൾ അദ്ദേഹം ജനറലൈസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതിപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതയും പീഡനവും ഒക്കെ എല്ലാ ഫീൽഡിലും ഇല്ലേ എന്നാണ് തിരിച്ചു ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ അങ്ങേപ്പോലെയുള്ള കുറേ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കാര്യമായൊരു പ്രതികരണം സിനിമാ മേഖലയിൽ തന്നെ ഇതിന്റെ വെളിച്ചത്തിൽ ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടോ? ഇല്ല സുഹൃത്തെ, കുറച്ചു പേർക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ എന്ന് വെച്ചാലേ നമുക്കൊരു ഭയം ഉണ്ടാവും ഉള്ളിലേ. നമ്മളെ വിളിക്കത്തില്ലേ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നവർക്കൊക്കെ ജനറലായിട്ട് വിളിക്കുന്ന ഒരു പേര് കുഴപ്പക്കാരെന്ന്. അപ്പൊ നമ്മളൊക്കെ ഈ കുഴപ്പക്കാരുടെ കാറ്റഗറിയിലായതുകൊണ്ട് ഒഴിവാക്കപ്പെടുന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പൊ അതാണ് എന്നെ. എല്ലാവരും കലയെ സ്നേഹിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകളാണല്ലോ, അത് കൃത്യമായി അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കലയെ മോഹിച്ചെത്തുന്നവരാണ്. പക്ഷേ ഈ നടന്മാർ, ഇവിടെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ, ഞാൻ പറയാം, നിങ്ങളൊരു ഈ ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു പഠനം നടത്തും. പരാതി കൊടുത്ത പെൺപിള്ളാരും ഒക്കെ ഉണ്ടല്ലോ, ഈ FFK പരാതി കൊടുത്തിട്ടുള്ള പരാതികളൊക്കെ അവിടെ അവൈലബിൾ ആണല്ലോ. അവരൊക്കെ അത്രയും നാൾ എത്ര സിനിമ ചെയ്തു, അതിനുശേഷം എത്ര സിനിമ ചെയ്തു, നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ചുമ്മാ അന്വേഷിച്ച് നോക്കും. നമുക്കിത് കേൾക്കുമ്പോഴേ വലിയ ഞെട്ടലും നടുക്കവും ഒക്കെ ഉണ്ടാവണം. പക്ഷെ 4 കൊല്ലം മുമ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സർക്കാരിന് ഒരു നടുക്കോ ഒരു ഞെട്ടലും ഉണ്ടായില്ല എന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. അല്ല, അങ്ങനെ നടുക്കവും ഞെട്ടലും അന്ന് സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഒരു നടപടിയൊക്കെ അപ്പുറത്തേലും ശുപാർശ പോലും നടപ്പാക്കാനെങ്കിലും സർക്കാർ മെനക്കെടുമായിരുന്നു. അത് അത്രമേൽ പൂഴ്ത്തി വെച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ശുപാർശ നടപ്പാക്കാനുള്ള ഒരു പ്രയത്നം പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതിപ്പോ പുറത്തുവിട്ടത് തന്നെ മാധ്യമങ്ങളുടെ ഇടപെടലിന്റെ പുറത്ത്, വിവരാവകാശ കമ്മീഷൻ ഇടപെടലിനൊക്കെ പുറത്താണല്ലോ. അതെ, മാധ്യമങ്ങളുടെ ഒരു വലിയ ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര സല്യൂട്ട് ടു ഓൾ ദ ജേർണലിസ്റ്റ് ഔട്ട് ദേർ. തീർച്ചയായും അപ്പം ഒരു മാറ്റം സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ടിന്റെ അനന്തര നടപടികൾ ഏത് നിലക്കുണ്ടാകും എന്നുള്ളത് മറ്റൊരു ചോദ്യം. അപ്പുറത്തേക്ക് സ്വയം നിലക്ക് ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് ശേഷം സമൂഹം ഇത് അറിയാണല്ലോ. അപ്പൊ സമൂഹം ഇത് അറിഞ്ഞു എന്നതിന്റെ റിസൾട്ട് എന്നോണം ഒരു ഇമ്പാക്ട് സിനിമയിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ശരി, നന്ദി ശ്രീമതി മാലാ പാർവതി. ഇപ്പോൾ